ഇത് ഗരം മസാല ഉപ്പിട്ടോ വെളുത്തുള്ളി. മക്കളെ എന്താണ് വിശേഷങ്ങൾ? ഞങ്ങൾ 4 മണിക്ക് കല്ലുമ്മക്കായ പൊരിക്കാൻ പോവാട്ടോ. ഇതാണ് തോല് കളഞ്ഞോ? ഞാൻ തോല് കളയണ കാണിക്കുന്നു വിചാരിച്ചത്. മക്കളെ കല്ലുമ്മക്കായ കൊടുത്തിട്ട് എത്ര ദിവസമായി? ഒരാഴ്ചയില്ലേ? അപ്പോൾ ഇത് പൊരിക്കാൻ പോവാട്ടോ മക്കളെ. അരിക്ക് കുറച്ച് വെളുത്തുള്ളി ചതക്കണോ? എണ്ണയിട്ടാ പോരെ? ഇതിൽ വേറെ ഒന്നും ഇടൂലെന്ന്. വെളുത്തുള്ളി ഇത്ര ജാറിൽ ചെറിയ 2 വെളുത്തുള്ളിലുള്ള അപ്പോൾ ഒരു കേസിലാണ്ട് കെട്ടിയിട്ട് അതൊന്നുകൊണ്ട് ചതച്ച വെളുത്തുള്ളി ചതഞ്ഞ മക്കളെ. ഈ സംഭവം തല തട്ടട്. അപ്പോൾ 4 മണി ചായക്ക് കോഫി കേട്ടോ. കോഫി പിന്നെ ഇവിടെ കല്ലുമ്മക്കായ പൊരിക്കണ്ടേ. എണ്ണ ചോദിക്കണ്ടേ? കുറച്ചുകൂടി വേണ്ടേ? കുറച്ചുകൂടി എണ്ണ ഒഴിച്ച മോളെ. ഓക്കെ ആ ഫുള്ള് കിട്ടും. അത് പോകുമ്പോൾ ഇനി എടുത്തക്കണ്ട. ഇനി ഇത് കുറേ ദിവസമല്ല ഇനി എടുത്തച്ചാൽ അടിപൊളി മക്കളെ. എന്ത് ടേസ്റ്റ് എന്നറിയോ? അവക്കാടും പിന്നെ ഈത്തപ്പഴവും ജ്യൂസ് അടിച്ചിരിക്കുക. എൻ്റെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു എൻ്റെ പിന്നെ ഷെയറിങ്ങിന് വന്നിട്ടുണ്ടെന്ന് അവളെ അടിച്ച് നിൽക്കുക കേട്ടോ. നല്ല രസമുണ്ട്. ഞാൻ അടിച്ചങ്ങനെ രസം കിട്ടൂല. അതാ വെള്ളം ഇല്ലാണ്ട് അടിപൊളിയായിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ അവക്കാട് കടയിൽ നിന്നൊന്ന് ജ്യൂസ് മേടിച്ച് കുടിക്കണ്ട കേട്ടോ. അന്ന് നമ്മളൊരു ദിവസം വീഡിയോ കണ്ടില്ലേ? പടച്ച തമ്പുരാനെ, ആ വീഡിയോയിൽ മെഷീനിൽ പിന്നെ മുന്തിരിയുടെ മെഷീനാണ്.
വലിയ ഗോഡൗണിലുള്ള മെഷീൻ അതിലില്ലേ ഒരു പാമ്പ് അരക്കുന്ന പാമ്പ് ഇങ്ങനെ ഒഞ്ഞു പോണു. അതിന് ശേഷമൊക്കെ ഈ പിന്നെ ഫ്രൂട്ടി ഇങ്ങനെ പുറത്തുനിന്ന് ജ്യൂസ് കുടിക്കുമ്പോൾ ഭയങ്കര ഇത് ഫ്രഷ് ജ്യൂസ് മേടിച്ച് കുടിക്കുക പുറത്തിറങ്ങിയാൽ. പക്ഷേ നിങ്ങൾ ഈ കടയിലൊക്കെ അടിയിട്ട് ഈ ബോട്ടിലൊക്കെ വരൂലേ, അതൊന്നും മേടിച്ച് കുടിക്കണ്ട മക്കളെ. നമ്മളില്ലേ ആ ജ്യൂസ് മേടിക്കണ കായ് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് എന്താ ജ്യൂസ് അടിക്കാൻ ആഗ്രഹിച്ചാൽ അത് ജ്യൂസ്, മറ്റേ അവക്കാടാണെങ്കിൽ അവക്കാടോ അല്ലെങ്കിൽ മാങ്ങയോ ആപ്പിളോ എന്ത് മേടിച്ചാലും നമ്മൾ വീട്ടിലിരുന്നിട്ട് നിങ്ങൾ ജ്യൂസ് അടിച്ചോളി. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തൊരു റാഹത്തോടു കൂടെ കുടിക്കാൻ നമുക്കിത്. അടിപൊളി ടേസ്റ്റാണ്. അവക്കാടും ഈത്തപ്പഴം ഇട്ട് ജ്യൂസ് അടിച്ചപ്പോട്ടോ നല്ല രസമുണ്ട്. സൂപ്പർ. എന്ത് ടേസ്റ്റാ സൂപ്പർ. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നു കേട്ടോ. ജ്യൂസ് അടിച്ചിട്ട് അടിപൊളിയാണ്. മക്കളെ എന്ത് യാതി കാറ്റുന്ന പറയണ്ട്, എന്തൊരു സുഖമെന്നറിയോ. കടപ്പുറത്ത് പോയതൊന്നും അതിനപ്പുറം അടിപൊളി കാലാവസ്ഥ കേട്ടോ. അൽഹംദുലില്ലാ. അങ്ങനെ ചൂടുന്നൊന്ന് രക്ഷപ്പെട്ടു കേട്ടോ നമ്മൾ. ആകാശത്തേക്ക് കൂടെ പിന്നെ മഴക്കാർ ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. ഇന്ന് എന്തായാലും മഴ ഉണ്ടാവും. മഴക്കാർ ഇങ്ങേതായാലും മഴ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളെ. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അഥവാ ഇനി പുറത്തേക്ക് പോകുക വെച്ചാൽ തന്നെ നല്ല കോട്ടൊക്കെ ഇട്ട് പോകേണ്ടി വരും. നല്ല തണുപ്പാണ്, കാറ്റേ. ഇപ്പോൾ ഒരു കാലാവസ്ഥകളിൽ കണ്ടില്ലേ, അറബികളുടെ അമ്മരത്ത് അവരുടെ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് അയൺ ചെയ്തിട്ട് ലോണ്ടറിയിൽ നിന്ന് കൊണ്ടു കൊടുക്കുക കേട്ടോ. എന്നിട്ടിപ്പോൾ അവർക്ക് അവിടെ നിൽക്കുക ബെല്ലടിച്ചിട്ട്. അവർ തുറന്നു കൊടുത്തിട്ടില്ല. ഒരറബിയുടെ വീടാണത് കേട്ടോ. ഒരറബി വീടാണ് ആ കാണുന്നത്. അതാവട്ടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതാ ഇനി അതിൻ്റെ ഉള്ളിലുണ്ടാവുക. ഇതാണ് ആ വീട്, അറബിയുടെ വീട് പറഞ്ഞില്ലേ ഞാൻ. ആ വീടാണിത് കേട്ടോ. അതിൻ്റെ താഴെയാണ് ഇപ്പം ആ ബെല്ലടിച്ചത്. എന്നാ ബാബാ കുമ്മണി ഇതാ അത് തിന്നോ, മട സ്വത്ത് തിന്നോ. ആ ഇതട്ടാ നമ്മളെ പൂച്ചയും പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിലേക്ക് പോകുമ്പോൾ കൊടുന്നതാണ് കേട്ടോ. ഇതാ അവർ കൊടുന്നതാണ്. അവൾക്ക് തീറ്റയും അവൾക്ക് അപ്പിടാനുള്ള മണ്ണും ഒക്കെ കൊടുന്നിട്ടാണ് പോയിക്കുന്നത്. തിന്നോ, തിന്നോ. വെള്ളം വേണ്ടേ കുമ്മണി? വെള്ളം തരാം. നമ്മുടെ പൊന്നു വെള്ളം കുടിച്ചോളി. ഫുള്ളും കഴിച്ചട്ടാ. അന്ന് തീരെ കഴിക്കണില്ലല്ലോ ഫുഡ്. ഫുള്ളും കഴിക്ക്. ആ അത് കഴിഞ്ഞ് ഇനി ഇട്ടേരട്ടോ ഉമ്മണി. മോളത് കഴിഞ്ഞോടി റംസിയെ? ഇതിത്തെ കഴിഞ്ഞു. എവിടെ അവളെ ഫുഡ്? ഇതിത്തെ ഫുഡ് കഴിഞ്ഞു. അവളെ ഫുഡ് എവിടെ? മോള ഇതൊക്കെ ഫുള്ളും കഴിച്ച്. അതാ ഇനി വേണാ? ഇനി ഇത് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചു, കുറച്ച് വെള്ളം കുടിച്ചു. ഇനി ഫുഡ് വേണോ? ഫുഡ് വേണോ? ഫുഡ് തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് കുമ്മണി എന്നാട്ടോ മക്കളെ. നല്ല ബുദ്ധിയുള്ള പൂച്ചയാണ്.
എന്താണ് വിളിച്ചാൽ വിളിച്ചു കൊടുത്തിട്ടുണ്ട് വരുവോള്. കുമ്മണി കുമ്മണി കുമ്മണി. അപ്പോൾ അവളെ ഫുഡ് എടുക്കാൻ കയറിക്കാട്ടോ. അവളെ കൊടുത്ത ഫുഡ് കഴിഞ്ഞിരിക്കണ്. അപ്പോൾ ഞങ്ങൾ മുകളിലാണ് അവളെ ഫുഡൊക്കെ കൊണ്ടുവച്ചിരുന്നു. അവൾ അപ്പിയിട്ടിക്കണല്ലോ. അപ്പിയിട്ടിട്ട് മൂടി വെച്ചിക്കണു. അത് കോരണം. അപ്പി വേറൊരു കീസിലാക്കിയിട്ട് കോരണം. അവളെ ഫുഡിൻ്റെ പെട്ടിയാണ് മക്കളെ. ഇതൊരു പെട്ടി. ഇതിൽ ഫുഡ്. അവളെ ഫുഡ് ഇനി വേണ്ടേ? ആ കുട്ടിത്തരാം ഇതാ. കുറേശ്ശെ കൊടുക്കും. ആ ഫുള്ളും കഴിക്കണം കേട്ടാ. ആ നമ്മൾ കോഫി റെഡിയായി മക്കളെ. എല്ലാവരും വരൂ കല്ലുമ്മക്കായി കോഫിയും കുടിക്കാൻ മുത്തുമണികളെ. ഹലോ ഹായ്, ഇതാണ് എൻ്റെ മുത്തുമണി പോയി. അപ്പോൾ ഞങ്ങളില്ലേ കാറ്റൊന്ന് പുറത്ത് നല്ല തണുപ്പാട്ടോ മക്കളെ. അപ്പോൾ ഒന്ന് ആസ്വദിക്കാൻ ഇറങ്ങിയതാണ് പുറത്തേക്ക്. അപ്പോൾ ഇവൾക്ക് ഫോൺ മേടിക്കണം പറഞ്ഞിട്ട്, ഫോൺ കടയിലേക്കൊന്ന് പോകണം പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ്. തണുപ്പ്. ഞാൻ അടിയിലൊരു കോട്ട് ഇട്ടിട്ടുണ്ട്. ഇവളൊന്നും ഇട്ടിട്ടില്ല. അത്ര കോട്ട് ഇട്ടിട്ടില്ല. ഞാൻ തരണ്ടാണ് കോട്ട്. അല്ല സ്വെറ്റർ ഇടണം. ഇല്ലെങ്കിൽ എൻ്റെ തണുപ്പ് മക്കളെ. ഇവിടുത്തെ തണുപ്പ് എന്താണെന്നറിയോ? 2 വാരി ഇങ്ങോട്ട് വേദനിക്കുക. എനിക്ക് തണുപ്പ് അങ്ങനെ സംഭവിക്കുക. 2 വാരി അങ്ങോട്ട് കോച്ചിട്ടില്ലേ ആദ്യം വേദന ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ. മഴ അല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ നേരത്തെ മഴ ഉണ്ടാവുന്നു, പക്ഷെ മഴ അല്ല. അപ്പോൾ ഞങ്ങൾ കല്ലുമ്മക്കായ പൊരിച്ചിട്ട് അതും കടയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് വരാം കേട്ടോ. അവിടെ ഫോണിൻ്റെ കടയിൽ പോയിട്ട്